ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 GD എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു സെഷനിലേക്കാണ് പോണത്. കഴിഞ്ഞ നമ്മളൊരു 4-5 പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആ സെഷൻസ് കണ്ടിട്ടില്ലേ? ആ സെഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കാണുക. കാരണം അത് ബേസ് ചെയ്തുള്ള ഉറപ്പായും അത് ആ സെയിം ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ഈ വർഷം വന്നെന്ന് വരും. അങ്ങനെ വന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. 2022 കണ്ട സെയിം ക്വസ്റ്റ്യൻ 2024 കഴിഞ്ഞ വർഷവും ചോദിച്ചതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. സോ അതുപോലെ ഈ വർഷവും ചിലപ്പോൾ എന്ത് ചെയ്യാം, അതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതേ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാണ് നമുക്ക് ചോദിക്കുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, നമ്മുടെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസിഡന്റ് ഒക്കേർഡ് ഇൻ 1990? 1919 നടന്ന സംഭവം ഇതിൽ ഏതാണ്? സോ നമുക്ക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒന്നൊരു ചോദ്യമാണ് അല്ലേ, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. 1919 ഏത് സംഭവമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, 1919 എന്ന് പറഞ്ഞാൽ അത് ജാലിയൻ ബാല ബാഗ് ആണ് അല്ലെ. നമ്മുടെ ജാലിയൻ ബാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് 1919 ഏപ്രിൽ 13 എന്ന് പറയുമ്പോൾ അല്ലെ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഏപ്രിൽ 13, 1919. നമുക്ക് ചിലപ്പോൾ ജാലിയൻ ബാല ബാഗുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ വർഷം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വരാം. ഇതിനു മുമ്പ് ജാലിയൻ ബാലാഗ് ബന്ധപ്പെട്ട് ചോദിച്ചുള്ള ചോദ്യമാണ്: എന്ത് കാരണത്താലാണ് ജാലിയൻ ബാല ബാഗ് കൂട്ടക്കൊല നടന്നത്? അതിന്റെ റീസൺ എന്താണ്? അതിന്റെ റീസൺ 1919 കൊണ്ടുവന്ന റൗലറ്റ് ആക്ട് ആണ് അല്ലെ. നമ്മൾ 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ പാസ്സാക്കിയ ഒരു ആക്ട് ആണ് ഇത്, റൗലറ്റ് ആക്ട് അല്ലെ. എന്താ റൗലറ്റ് ആക്ട്? ഏതൊരു ഇന്ത്യൻ പൗരനെയും വിചാരണ കൂടാതെ എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം അല്ലെ. ആര് വേണമെങ്കിലും എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ആക്ട് ആയിരുന്നു റൗലറ്റ് ആക്ട് അല്ലെ. ആ ആക്ട് കാരണമാണ് നമ്മുടെ ഈ ജാലിയൻ ബാല ബാഗ് കൂട്ടക്കൊല നടന്നത്. അത് നടന്ന സ്ഥലം എവിടെയാ? അത് രണ്ടാമത്തെ ചോദ്യം. എവിടെയാണ് ഈ ജാലിയൻ ബാല ബാഗ് നടന്നത്? അത് നമ്മുടെ പഞ്ചാബിലെ അമൃത്സറിലാണ് അല്ലേ. നമ്മുടെ പഞ്ചാബിലെ അമൃത്സറിലാണ് എന്ത് നടന്നത്? ജാലിയൻ ബാല ബാഗ് കൂട്ടക്കൊല നടന്നത്. എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിലാണ് നടന്നത്. ഓക്കെ, ദെൻ നമുക്ക് പിന്നീട് ചോദിച്ചുള്ള ചോദ്യമാണ്: ഈ ജാലിയൻ ബാല ബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ 3-4 വ്യക്തികളെ പറ്റി ചോദിക്കും. അതിലൊന്നാണ്, ഈ ജാലിയൻ ബാല കൂട്ടുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി? ഇന്ത്യൻ വൈസ്രോയി ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ വൈസ്രോയി അന്ന് ലോർഡ് ചെംസ്ഫോർഡ് ആണ്. ആരാണ്? ലോർഡ് ചെംസ്ഫോർഡ്. ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി എന്ന് പറയുന്നത് കേട്ടോ ആ സമയത്ത്. അതുപോലെ ആരായിരുന്നു പഞ്ചാബിന്റെ ഗവർണർ? ആ സമയത്തെ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? അത് മൈക്കിൾ ഓ ഡയർ. മൈക്കിൾ ഓ ഡയർ ആണ് പഞ്ചാബ് ഗവർണർ, പഞ്ചാബിന്റെ ആ സമയത്തെ ഗവർണർ. ഇനി ആരാണ് ജാലിയൻ ബാല കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പോലീസ് സൂപ്രണ്ട്, പോലീസ് ഓഫീസർ? അയാളുടെ പേരാണ് ജനറൽ ഡയർ. അപ്പൊ രണ്ടും ഡയറാണ്. പഞ്ചാബിന്റെ അന്നത്തെ ഗവർണറും ഡയർ, മൈക്കിൾ ഓ ഡയർ. പോലീസ് സൂപ്രണ്ട് ആരാ? ജനറൽ ഡയർ. ഇന്നത്തെ ഇന്ത്യൻ വൈസ്രോയ് ആരാ? ലോർഡ് ചെംസ്ഫോർഡ്. ഇനി നാലാമത്തത്, ഈ ജാലിയൻ ബാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് ഒരു വിറ്റ്നസ് ഉണ്ട്, ഒരു ദൃക്സാക്ഷി അല്ലെ. നമ്മുടെ സർദാർ ഉദ്ധം സിംഗ് അല്ലെ. ജാലിയൻ ബാല ബാഗ് നേരിൽ കണ്ട വ്യക്തിയാണ് ആര്? സർദാർ ഉദ്ധം സിംഗ്. ഈ ഉദ്ധം സിംഗ് ആണ് പിൻകാലത്ത് ലണ്ടനിൽ പോയി ആരെ കൊല്ലുന്നത്? ഈ മൈക്കിൾ ഓ ഡയറിനെ കൊല്ലുന്നതും ഇതേ ഉദ്ധം സിംഗ് ആണ് അല്ലെ. അദ്ദേഹമാണ് ജാലിയൻ ബാല ബാഗ് കൂട്ടക്കൊലയുടെ എന്താണ് വിറ്റ്നസ്. സോ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റൻ, ഇതൊക്കെ ജാലിയൻ ബാല ബാഗ് ബന്ധപ്പെട്ട് എന്താണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നോട്ട് ചെയ്യുക. ഈ വർഷവും ചിലപ്പോൾ എന്ത് ചെയ്യാം, ജാലിയൻ ബാല ബാഗിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം റൗലറ്റ് ആക്ട് ഏത് വർഷം? 1919. അടുത്ത് ഇതിലെ ബാക്കി ഓപ്ഷൻസിലെ വർഷം കൂടി നമുക്കൊന്ന് എഴുതാം. ഇപ്പൊ ബംഗാൾ പാർട്ടീഷൻ എന്നാ? 1905 അല്ലേ. 1905 ഏത്? ബംഗാൾ പാർട്ടീഷൻ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എപ്പോഴാ? 1920 അല്ലെ. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. പിന്നെ നമ്മുടെ ചമ്പാരൻ. ചമ്പാരൻ സ്ഥിരം ചോദ്യമാണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചമ്പാരൻ സത്യാഗ്രഹ അല്ലെ. നമ്മുടെ ഗാന്ധിജിയുടെ ഫസ്റ്റ് സത്യാഗ്രഹ അല്ലെ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഫസ്റ്റ് സത്യാഗ്രഹമാണ് ഏത്? ചമ്പാരൻ. ഏത് വർഷം? 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏത്? ചമ്പാരൻ. ചമ്പാരൻ എവിടെയാ? ബീഹാറിലാണ് അല്ലെ. ബീഹാറിൽ നടന്ന ഒരു ഇൻഡിഗോ റെവല്യൂഷൻ അല്ലെ, നീലം കർഷകരുടെ വിപ്ലവമാണ് ഏത്? ചമ്പാരൻ എന്ന് പറയുന്നത്. ഏത് വർഷം? 1917 എന്ത് നടന്നത്? ചമ്പാരൻ സത്യാഗ്രഹ നടന്നത് കേട്ടോ. 1917. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം: സ്വച്ഛ് ഭാരത് മിഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ.
ഏത് വർഷമാണ് സ്വച്ഛ് ഭാരത് മിഷൻ ലോഞ്ച് ചെയ്തത്? ഇത് നമ്മുടെ ഈ ആക്ച്വലി നമ്മുടെ മോദി സർക്കാരിന്റെ കുറച്ച് സ്കീമുകളുണ്ട്. ചില സമയങ്ങളിൽ ഈ സ്കീമിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്ന വർഷമാണ് കേട്ടോ. സ്വച്ഛ ഭാരത് ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 2014 ഒക്ടോബർ 2-നാണ്. 2014 ഒക്ടോബർ 2-നാണ് എന്താരംഭിച്ചത്? സ്വച്ഛ് ഭാരത് ആരംഭിച്ചത്. 2014 ഒക്ടോബർ 2. സോ ആൻസർ 2014. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രധാനമായും മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒന്ന് രണ്ട് സ്കീമും അതിന്റെ വർഷങ്ങളും പറഞ്ഞുതരാം. അതിലൊന്നാണ് PMJDY. കേട്ടോ, എന്താണെന്നറിയോ അതിന്റെ ഫുൾ ഫോം? PM എന്ന് പറഞ്ഞാൽ പ്രധാൻ മന്ത്രി ജൻധൻ 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 യോജന. പ്രധാനമന്ത്രി ജൻധൻ യോജന, അതാണ് PMJDY. കേട്ടോ, PM എന്ന് എവിടെ കണ്ടാലും അത് പ്രധാനമന്ത്രി എന്നാണ് കേട്ടോ. പ്രധാനമന്ത്രി ജൻ ഡി ധൻ യോജന, പ്രധാനമന്ത്രി ജൻധൻ യോജന കേട്ടോ. 2014 ഓഗസ്റ്റ് 28-നാണ് ഇത് ലോഞ്ച് ചെയ്തത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രധാനമന്ത്രി ജൻധൻ യോജന നോക്കിയാൽ മതി, PM ഫ്രണ്ടിൽ കാണും. ഓക്കെ, അടുത്ത് വേറൊരു സ്കീമാണ് PMMY. PM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, പ്രധാനമന്ത്രി മുദ്രാ യോജന. പ്രധാനമന്ത്രി മുദ്രാ യോജന 2015 ഏപ്രിൽ 8-നാണ് ഇത് ലോഞ്ച് ചെയ്തത് കേട്ടോ. പ്രധാനമന്ത്രി മുദ്രാ യോജന 2015 ഏപ്രിൽ 8-ന്. അതുപോലെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ കൂടാണ്. ഡിജിറ്റൽ ഇന്ത്യയിൽ ഏത് വർഷമാണ് ആരംഭിച്ചത്? ഡിജിറ്റൽ ഇന്ത്യ 2015 ജൂലൈ 1. 2015 ജൂലൈ 1-നാണ് ഡിജിറ്റൽ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതുപോലെ ചോദിക്കുന്ന വേറൊരിതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ലോഞ്ച് ചെയ്ത വർഷം. മേക്ക് ഇൻ ഇന്ത്യ 2014 കേട്ടോ. 2014 സെപ്റ്റംബർ 25. 2014 സെപ്റ്റംബർ 25-നാണ് മേക്ക് ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇന്ത്യ ഒന്ന് നോർമൽ പഠിച്ചു വെച്ചോട്ടോ, ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് സ്കീമുകളാണ് കേട്ടോ. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇന്ത്യ ആണ് ഫസ്റ്റ്. മേക്ക് ഇൻ ഇന്ത്യ 2014 സെപ്റ്റംബർ 25. ഡിജിറ്റൽ ഇന്ത്യ 2015 ജൂലൈ 1-നാണ് എന്താണ് ഡിജിറ്റൽ ഇന്ത്യ. അതുപോലെ ഒരു സ്കീം കൂടെ പറഞ്ഞുതരാം. PMGKY. PM എന്ന് പറഞ്ഞാൽ പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ യോജന കേട്ടോ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന 2016 ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ്. 2016 ലോഞ്ച് ചെയ്ത സ്കീമാണ് പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്വച്ഛ് ഭാരതും വളരെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു സ്കീമാണ്. സ്വച്ഛ് ഭാരത് 2014 ഒക്ടോബർ 2-നാണ് നമ്മുടെ സ്വച്ഛ് ഭാരത് പദ്ധതി ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മാൻഡേറ്റ്സ് ദി പൊസിഷൻ ഓഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നമ്മൾ കഴിഞ്ഞൊരു പ്രീവിയസ് നമ്മൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ പഠിച്ചതാണല്ലോ. അതിൽ പ്രസിഡന്റിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചതാണ്, കാരണം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നതാണ്. ഇതിലൊരു 2 ആർട്ടിക്കിൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട, 3 ആർട്ടിക്കിൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലേ, ഏതൊക്കെയാണ്? 61 പ്രസിഡന്റ് ഇംപീച്ച്മെന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അന്ന് ആ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇംപീച്ച്മെന്റ്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 61. 72 അതും പ്രസിഡന്റ് ആണല്ലേ, പ്രസിഡന്റിന്റെ പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ, പ്രസിഡന്റിന്റെ പാർഡൻ. ഇനി 54 എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ അല്ലേ. സോ കണ്ട, ഈ 3 ആർട്ടിക്കിൾ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 63 പ്രസിഡന്റ്. ഈ ഓപ്ഷൻ വെച്ച് നമുക്ക് ഈ ആൻസർ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഈ ആർട്ടിക്കിൾ അറിയില്ലെങ്കിലും നമ്മൾ പ്രസിഡന്റ് ആർട്ടിക്കിൾ പഠിച്ചത് 61 ഇംപീച്ച്മെന്റും 72 പാർഡനും ഇലക്ഷൻ 54 ഇലക്ഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പ്രസിഡന്റ് ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ അന്ന് പഠിച്ചത്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സുഖമായ ആൻസർ കിട്ടും. ആർട്ടിക്കിൾ 63 ഇനി പഠിച്ചു വെക്കുക. വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ. പ്രസിഡന്റ് ആണെങ്കിൽ ആർട്ടിക്കിൾ 52 അല്ലേ. ആർട്ടിക്കിൾ 52 പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. അത് കഴിഞ്ഞ് 54, 56, 58 ഒക്കെ എന്താ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണല്ലേ. സോ പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ പറഞ്ഞാൽ അത് ആർട്ടിക്കിൾ
52 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചോദിച്ചത് വൈസ് പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിളെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 63. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ്രോണാചാര്യ അവാർഡ് ഫോർ കോച്ചസ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് ദ്രോണാചാര്യ അവാർഡ് തുടങ്ങിയത്? ദ്രോണാചാര്യ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോച്ചുകൾക്ക്, സ്പോർട്സ് കോച്ചുകൾക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത്. ഇത് 1985 ആദ്യമായി കൊടുത്തത് കേട്ടോ. ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി കൊടുത്ത വർഷം ഏതാടാ? 1985 കേട്ടോ. 1985 ആദ്യമായി എന്താണ് ദ്രോണാചാര്യ അവാർഡ് കൊടുത്തത് കേട്ടോ. 1985 അന്ന് 3 പേർക്കാണ് ഈ അവാർഡ് കിട്ടിയത് കേട്ടോ. അതും ചിലപ്പോൾ ചോദിക്കാം, ഫസ്റ്റ് ദ്രോണാചാര്യ അവാർഡ് വിന്നേഴ്സ് ആരൊക്കെയാണ് കേട്ടോ. അതിൽ ഒരാളുടെ പേരാണ് ഓം പ്രകാശ് ഭരദ്വാജ്. ഓം പ്രകാശ് ഭരദ്വാജ്. ഇതൊരു ബോക്സിംഗ് കോച്ചാണ് കേട്ടോ. ഒരു ബോക്സിംഗ് കോച്ചായിരുന്നു ആര്? ഓം പ്രകാശ് ഭഗവത്. പിന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള OM നമ്പ്യാർ അല്ലെ? OM നമ്പ്യാർ നമ്മുടെ മലയാളിയാണ്. നമ്മുടെ പി ടി ഉഷയുടെ എന്താണ് കോച്ചാണ് അല്ലെ? പുള്ളിക്കാരൻ അപ്പൊ അത്ലറ്റിക് കോച്ചായിരുന്നു OM നമ്പ്യാർ. നമ്മുടെ പി.ടി. ഉഷയുടെ കോച്ചായിരുന്നു ആര്? OM നമ്പ്യാർ. പിന്നെ മൂന്നാമത് അന്ന് എന്താ ഇത് കിട്ടിയത്, നമ്മുടെ ദ്രോണാചാര്യ കിട്ടിയത് ബാൽചന്ദ്ര ഭാസ്കർ ഭഗവത്. അദ്ദേഹം ഒരു റെസ്ലർ കോച്ചിങ് ആണ്, റെസ്ലിംഗ് കോച്ചിങ് ആണ് കേട്ടോ. സോ ഇവർക്ക് 3 പേർക്കാണ് ആദ്യമായി ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. ദ്രോണാചാര്യ ദ ബെസ്റ്റ് കോച്ചിനുള്ള ഇന്ത്യ കൊടുക്കുന്ന ഏറ്റവും വരുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ. 1985 ഇത് ആദ്യമായി കൊടുത്തത്. ഇവർക്ക് 3 പേർക്കുമാണ് അന്ന് കിട്ടിയത്. ഇതിൽ OM നമ്പ്യാർ നോട്ട് വെച്ചോ. നമ്മുടെ പി.ടി. ഉഷയുടെ കോച്ചാണ് ആര്? OM നമ്പ്യാർ. ഓക്കെ, ഇനി നമ്മുടെ സ്പോർട്സ് പേഴ്സണൽസിന് ഇന്ത്യ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 അവാർഡാണ്. ഒന്ന് അർജുന അവാർഡും അല്ലെ, പിന്നെ നമ്മുടെ ഖേൽ രത്ന അല്ലെ. സോ ഇത് രണ്ടും ആരംഭിച്ച വർഷം എക്സാമിന് ചോദിക്കും. അർജുന അവാർഡ് ആദ്യമായി കൊടുത്തു തുടങ്ങുന്നത് 1961 അല്ലെ. 1961 അർജുന അവാർഡ് ആദ്യമായി എന്ത് ചെയ്യുന്നത്? കൊടുത്തു തുടങ്ങുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഖേൽ രത്ന ആണെങ്കിലോ, ഖേൽ രത്ന അവാർഡ് ആദ്യമായി കൊടുത്തു തുടങ്ങിയ വർഷം 1991 92 കാലഘട്ടത്തിലാണ് കേട്ടോ. 1991 92 കാലഘട്ടത്തിലാണ് ഖേൽ രത്ന ആദ്യമായി ആരംഭിച്ചത്. നമുക്കറിയാം ഖേൽ രത്ന ആദ്യകാല പേരെന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്നായിരുന്നു അല്ലേ ഫസ്റ്റ് പേര്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേരെന്താണ്? രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം എന്നായിരുന്നു. എന്നാൽ ഇന്നിപ്പോ പേര് മാറി അല്ലേ. ഇന്നിപ്പോ ഇതിന്റെ പേര് റീനെയിം ചെയ്തു. എന്താണ്? മേജർ ധ്യാൻ ചന്ദ് അല്ലേ, നമ്മുടെ ഹോക്കി മാന്ത്രികനായ ധ്യാൻ ചന്ദിന്റെ പേരിലാണ് ഇപ്പോൾ ഖേൽ രത്ന അറിയപ്പെടുന്ന അല്ലെ. ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാണ് നിലവിൽ നമ്മുടെ ഖേൽ രത്ന അവാർഡ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. കാരണം ആദ്യകാല പേര് രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നായിരുന്നു. അപ്പൊ എന്നാ ഖേൽ രത്ന ആദ്യമായി കൊടുത്തത്? 1991 92 കാലഘട്ടത്തിലാണ്. അത് ചോദിക്കും, ആദ്യത്തെ ഖേൽ രത്ന പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? നമ്മുടെ ചെസ് മാസ്റ്ററായ വിശ്വനാഥൻ ആനന്ദിനാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ കേട്ടാ. ആദ്യത്തെ ഖേൽ രത്ന അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യത്തെ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. നമ്മുടെ ചെസ് മാസ്റ്ററായ വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യത്തെ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ഏത് വർഷം? 91 92 കാലയളവിലാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ഖേൽ രത്ന ലഭിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വാട്ട് ഹെൽപ്സ് ഇൻ ദി കൾട്ടിവേഷൻ ഓഫ് റാബി ക്രോപ്സ്? റാബി ക്രോപ്സിന്റെ കൾട്ടിവേഷനെ സഹായിക്കുന്നത് എന്താണ്? ഇപ്പൊ ഇത് നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ വിൻഡിയും ചോദിച്ചതാണ്. ഇപ്പൊ റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മുടെ സീസൺ ക്രോപ്പില് ഖാരിഫ് ഉണ്ട് അല്ലെ,
റാബി ഉണ്ട്, പിന്നെ സെയ്ദ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് എന്തുണ്ട്, ക്രോപ്സ് ഉണ്ട്. ഇതില് റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് സീസണാ, വിന്റർ സീസണിൽ. നമ്മുടെ വിന്റർ സീസൺ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ആര്, റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഏതാണ്, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ അല്ലെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ആര്, റാബി. എക്സാമ്പിൾ പറഞ്ഞ നമ്മുടെ വീറ്റ് അല്ലെ, ഈ സീസൺ ക്രോപ്പിന്റെ എക്സാമ്പിൾ പഠിക്കണം കേട്ടാ. വീറ്റ്, ബാർലി, അതുപോലെ പീ, ഗ്രാം, മസ്റ്റാർഡ്, ഇതൊക്കെയാണ് നമ്മുടെ റാബി ക്രോപ്സിന്. അതുപോലെ കാരിഫ് ആണെങ്കിലോ അത് ഇപ്പൊ കൃത്യമായി പഠിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കും കേട്ടോ. കാരിഫിന് എക്സാമ്പിൾ ആണെങ്കിൽ റൈസ്, മെയ്സ്, ജൂട്ട്, ജോവർ, കോട്ടൺ, ഷുഗർ കെയിൻ, ഇതൊക്കെയാണ് കാരിഫ്. കാരിഫ് എന്ന് പറയുന്നത് നമ്മുടെ മൺസൂണാണ്. നമ്മുടെ മൺസൂൺ സീസണിൽ മഴക്കാലത്ത്, അതായത് ജൂൺ ജൂലൈ ആ സമയമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജൂൺ ജൂലൈ ടു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ പീരീഡിൽ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ആര്, കാരിഫ്. എക്സാമ്പിൾ കൃത്യമായി പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കും കേട്ടോ എക്സാമ്പിൾ. അതുപോലെ റാബിയുടെ എക്സാമ്പിൾ ഇത്. പിന്നെ സെയ്ദ് ക്രോപ്പ് വരുമ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ്. വെജിറ്റബിളും ഫ്രൂട്ട്സും ആണ് ഏത്, സെയ്ദ് ക്രോപ്പിന് എക്സാമ്പിൾ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അതൊന്നും അല്ല, നമ്മൾ ചോദിച്ചത് എന്താ, ഈ റാബി ക്രോപ്സിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ട് സഹായിക്കുന്നത് കാറ്റ് ഏതാണ്. കാറ്റ് നമുക്ക് ഇതിൽ ഏതെന്ന് അറിയോടാ. ഇതിലിപ്പം മാംഗോ ഷവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ പ്രീ മൺസൂൺ ആണ് അല്ലേ. നമ്മുടെ കേരളത്തിന്റെ പ്രീ മൺസൂൺ ആണ് ആര്, മാംഗോ ഷവർ എന്ന് പറയുന്നത്. സോ അതല്ല, മാംഗോ ഷവർ അല്ല കേട്ടോ. കേരളത്തിന്റെ പ്രീ ചോദിക്കുക, അതൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ഒക്കെ പ്രീ മൺസൂണിന്റെ പേര്, പ്രീ മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാലത്ത് പെയ്യുന്ന മഴ, അതാണ് പ്രീ മൺസൂൺ, പേരാണ് മാംഗോ ഷവർ. പിന്നെ ലൂ നമ്മുടെ ഏത് സമയത്താ, ഏപ്രിൽ മെയ്യിൽ, നമ്മുടെ സമ്മറിലാണ് അല്ലേ. നമ്മുടെ സമ്മറില് നോർത്ത് നോർത്ത് വെസ്റ്റില്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ വരുന്ന ഒരു ഹോട്ട് വിൻഡ്, വളരെ ചൂടേറിയ ഒരു കാറ്റാണ് ആര്, ലൂ എന്ന് പറയുന്നത് അല്ലെ. വളരെ ഒരു ചൂടേറിയ ഒരു ഹോട്ട് വിൻഡാണ് ആര്, ലൂ. അപ്പൊ ലൂ അല്ല. പിന്നെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, അത് മൺസൂൺ ആണ്. നമ്മുടെ മൺസൂൺ അല്ലല്ലോ, നോർത്ത് ഈസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺസൂൺ അല്ലല്ലോ, സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റ് മൺസൂണും, അപ്പൊ അതുമല്ല. പിന്നെ ആരാ ഓപ്ഷൻ ബി മഹവത്ത് ആണ് അല്ലേ. നമുക്കറിയാം മഹവത്ത്, അഥവാ മഹവത്തിന് വേറൊരു പേരുണ്ട്, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയും അല്ലേ. മഹവത്തിന്റെ മറ്റൊരു പേര്, മഹവത്ത് ഈസ് ഓൾസോ നോൺ as വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയും. മഹവത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ഈ കാറ്റാണ് റാബി ക്രോപ്സിന്റെ വളർച്ചയ്ക്ക് കാരണമായും വരുന്നത് കേട്ടോ. റാബി ക്രോപ്സിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളതാണ് ആര്, വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്, അഥവാ എന്താ വിളിക്കും, മഹവത്ത് എന്ന് വിളിക്കും. എന്താ വിളിക്കൂടാ, മഹവത്ത് അഥവാ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ഇതൊരു കാറ്റാണല്ലേ നമ്മുടെ ഈ സമയത്ത്, ഏത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇതേ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനിൽ, നമ്മുടെ നോർത്ത് അതായത് രാജസ്ഥാൻ പഞ്ചാബ് മേഖലയിലൊക്കെ വരുന്ന ഒരു സൈക്ലോണിക് റെയിൻഫാൾ, ഒരു മഴയാണ് കേട്ടോ, ഒരു സൈക്ലോണിക് റെയിൻഫാൾ ആണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ഇത് നമ്മുടെ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്ന് വരുന്ന കാറ്റാണ്. നമ്മുടെ മെഡിറ്ററേനിയൻ സീ, നമ്മുടെ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലേ. നമ്മുടെ മെഡിറ്ററേനിയൻ സീയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു സൈക്ലോണിക് റെയിൻഫാൾ ആണ് ഏത്, മഹവത്ത് അഥവാ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് പറയുന്നത്. അപ്പൊ ഈ മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ ഏത് ക്രോപ്സുകൾ, റാബി ക്രോപ്സുകൾ എന്ത് ചെയ്യുന്നത്, വിളവെടുക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹൂ ബിൽഡ് ദി ഗ്രേറ്റ് സ്തൂപ ഓഫ് സാഞ്ചി. നമ്മുടെ സാഞ്ചി സ്തൂപ അല്ലെ, യുനെസ്കോയുടെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. മധ്യപ്രദേശിലെ ഏതാ സാഞ്ചി സ്തൂപ, അത് കെട്ടിയത് ആരാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ്, ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലിപ്പമുള്ള സ്തൂപമാണ് ഏത്, സാഞ്ചി സ്തൂപ. സാഞ്ചി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് സ്തൂപ ദമേക്ക് സ്തൂപയാണ്. ഇത് വാരണാസിയിലാണ്, നമ്മുടെ യു പിയിലെ വാരണാസിയിലാണ് ദമേക്ക് സ്തൂപ വരുന്നത്. ദമേക്ക് സ്തൂപ, ഈ ദമേക്ക് സ്തൂപയും ഈ സാഞ്ചി സ്തൂപയും കെട്ടിയത് ഒരേ ആളാണ്, നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിലെ അശോക ചക്രവർത്തി. നമ്മുടെ പിയാദസി, കഴിഞ്ഞ ജിഡിക്ക് ചോദിച്ചതാണ്, ഹൂ ഈസ് നോൺ as പിയാദസി അല്ലെങ്കിൽ ദേവനാം പിയ എന്നൊക്കെ അറിയപ്പെടുന്ന ആ മൗര്യ റൂളർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്, അശോകനാണ്. അദ്ദേഹമാണ് സാഞ്ചി സ്തൂപയും അതുപോലെ വാരണാസിയിലെ ദമേക്ക് സ്തൂപയും എന്ത് ചെയ്തിട്ടുള്ളത്, കെട്ടിയിട്ടുള്ളത്. ഇതിൽ സാഞ്ചിയാണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് സ്തൂപം എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് സ്തൂപ ഏതാണ്, സാഞ്ചി സ്തൂപ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിനോട് പോയാലോ.
അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു മെഗസ്തനിസ് ഹൗ മെനി ഗേറ്റ്സ് വേർ ദെയർ ഇൻ പാടലിപുത്ര? മെഗസ്തനിസിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഏത് ബുക്കാ? മെഗസ്തനിസിന്റെ ബുക്കാണ് ഇൻഡിക്ക. അപ്പൊ ഈ ബുക്കിലാണ് പറയുന്നത്, നമ്മുടെ ഈ ഇൻഡിക്കയിൽ ഏത് ഡൈനാസ്റ്റിയെ പറ്റിയാ പറയുന്നത്? മൗര്യ സാമ്രാജ്യത്തെ പറ്റിയുള്ള ചരിത്രമാണ് ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്കിൽ. ഇൻഡിക്ക ആരെഴുതിയതാ? മെഗസ്തനിസ. അദ്ദേഹത്തിൽ പറയുന്നുണ്ട് മൗര്യമ്മമാരുടെ ക്യാപിറ്റലിനെ പറ്റി പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഏതാ? നമ്മുടെ പാടലീപുത്രയാണ് അല്ലെ? പാടലീപുത്രയാണ് മൗര്യന്മാരുടെ ക്യാപിറ്റൽ. ആ പാടലീപുത്രയ്ക്ക് എത്ര ഗേറ്റ് ഉണ്ടെന്നാണ് ചോദ്യം. സോ ആൻസർ ഓപ്ഷൻ ഡി 64 കേട്ടോ. പാടലീപുത്രയ്ക്ക് 64 ഗേറ്റും 570 ടവറും എന്നാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഇന്ത്യക്ക പ്രകാരം പാടലീപുത്രയ്ക്ക് 64 ഗേറ്റുകളും 570. ഈ ക്വസ്റ്റ്യൻ 2024 റിപ്പീറ്റഡ് ചോദിച്ചേട്ടാ, ലാസ്റ്റ് ജി ഡിക്ക്. 22 ചോദിച്ചതാണ്, ഈ കഴിഞ്ഞ ജി ഡിക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേട്ടാ. പാടലീപുത്രയ്ക്ക് എത്ര ഗേറ്റ് ഉണ്ടെന്ന്. 64 ഗേറ്റുകളാണ് പാടലീപുത്രയ്ക്ക് വരുന്നത്. അതുപോലെ എത്ര ടവറും ചോദിച്ചാൽ 570 ടവറാണ്. അത് ഏത് ബുക്കിലാണ് പരാമർശിക്കുന്ന? ഇൻഡിക്ക. ഇൻഡിക്ക എഴുതിയത് ആരാണ്? മെഗസ്തനിസ്. ആരാണ്? ഗ്രീക്ക് അംബാസിഡർ കേട്ടോ. ഗ്രീക്ക് അംബാസിഡർ ആയ മെഗസ്തനിസ് ആണ്. മെഗസ്തനിസ് ഏത് റൂളറിന്റെ കോർട്ട് എന്നറിയോ വിസിറ്റ് ചെയ്താ? ചോദിക്കും കേട്ടോ. മെഗസ്തനിസ് ഏത് ഇന്ത്യൻ രാജാവ്? അത് മൗര്യ തന്നെയാണ്. മൗര്യയില് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടാണ് ആര് വിസിറ്റ് ചെയ്തത്? മെഗസ്തനിസ്. മെഗസ്തനിസ് ഇങ്ങോട്ട് വിട്ടത് ആരാ? അത് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യയുടെ തന്നെ എന്താണ് അമ്മായിയപ്പനായ നമ്മുടെ സെലൂക്കസ് നിക്കേറ്റർ ആണ് അല്ലേ? അല്ലെ, ചന്ദ്രഗുപ്ത മൗര്യയുടെ എന്താണ് അമ്മായിയപ്പനാണല്ലേ? കാരണം പുള്ളിക്കാരന്റെ സെലൂക്കസ് നിക്കേറ്റർ മകളെ ഹെലനെ ആര് കല്യാണം കഴിച്ചിട്ടുണ്ട്? ചന്ദ്രഗുപ്ത മൗര്യ കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലേ? സോ അദ്ദേഹമാണ്, സെലൂക്കസ് നിക്കേറ്റർ ആണ് മെഗസ്തനിസിനെ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ ഓക്കേടാ, അടുത്ത ദിവസം പോയല്ലോ. അടുത്ത ചോദ്യം, ഇൻ ക്രിക്കറ്റ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 വിക്കറ്റ്സ്? നമ്മള് സ്പോർട്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചെയ്യാം. കാരണം ക്രിക്കറ്റിനെ പറ്റി പറയുന്നതാണ്. ഒരു ക്രിക്കറ്റിന്റെ പിച്ചിന്റെ നീളം എത്രയാടാ? പഠിച്ചതാണ് 22 യാർഡ്സ് അല്ലെ? 20.12 മീറ്റർ അല്ലെ? 20.12 മീറ്റർ അഥവാ 22 യാർഡ്സ്. ഇതിപ്പോ മീറ്ററിലാണ് തന്നെങ്കിൽ 20.12 മീറ്റർ. യാർഡ്സിലാണ് തന്നുകൊണ്ട് എത്രയാണ്? 22 യാർഡ്സ്. 22 യാർഡ്സ് ആണ് രണ്ട് ക്രിക്കറ്റ് എന്താണ് വിക്കറ്റുകൾ. വിക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റമ്പിന്റെ ദൂരം, അതാണ് ക്രിക്കറ്റ് പിച്ചിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 22 യാർഡ്സ്. അപ്പോൾ സ്റ്റമ്പിന്റെ ഹൈറ്റ് എത്രയാ? അതും ജി ഡിക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു സ്റ്റമ്പിന്റെ ഹൈറ്റ് എത്രയാണ്? സ്റ്റമ്പിന്റെ ഹൈറ്റ് എത്രയാടാ? 28 ഇഞ്ചസ് ആണ് അല്ലെ? 28 ഇഞ്ചസ് അല്ലെ? 28 ഇഞ്ചസ് ആണ് ഒരു സ്റ്റമ്പിന്റെ എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ചോദിക്കുന്ന എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം 28 ഇഞ്ച് എന്നാ പറയുന്നത്. ഇതിപ്പോ സെന്റിമീറ്ററും ചിലപ്പോൾ ചോദിക്കാം. എത്ര സെന്റിമീറ്ററാ? 71.5 സെന്റിമീറ്റർ അല്ലെ? 71.5 സെന്റിമീറ്റർ ആണ് എന്ത് ഒരു ക്രിക്കറ്റ് സ്റ്റമ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടാ. സോ ഇഞ്ചസിൽ പറഞ്ഞാൽ എത്രയാണ്? 78 ഇഞ്ച് കേട്ടാ. 71 നോക്കിയാൽ മതി, 5 കുഴപ്പമില്ല. 71 സെന്റിമീറ്റർ ആണ് കറക്റ്റ്. 71 ചിലപ്പോൾ 71 പോയിന്റ് സംതിങ് വരും, അത് നിങ്ങൾ നോക്കിയാൽ മതി. 71 ആണ് കറക്റ്റ്. 71 സെന്റിമീറ്റർ പഠിച്ചാൽ മതി. 71 സെന്റിമീറ്റർ അത് മതി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഗൂച്ചി ഫെസ്റ്റിവൽ ഈസ് പ്രിമോണന്റ്ലി സെലിബ്രേറ്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? ഗൂച്ചി വളരെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഫെസ്റ്റിവൽസിന്റെ തന്നെ 2 പാർട്ട് ഫെസ്റ്റിവൽസ് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ തന്നെ കുറെ ഫെസ്റ്റിവൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് വേറെയും ചില ഫെസ്റ്റിവൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അതെല്ലാം നിങ്ങൾ ആ നോട്ടിലോട്ട് ആഡ് ചെയ്ത് പഠിച്ചു പോകും കേട്ടോ. സോ ഗൂച്ചി ഫെസ്റ്റിവൽ നമുക്ക് ഒരു എക്സ്ട്രാ കിട്ടിയ ഒരു ചോദ്യമാണ്. നമ്മുടെ ഹിമാചൽ പ്രദേശ്, ഓൾറെഡി ഹിമാചലിൽ തന്നെ കുറെ ഫെസ്റ്റിവൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പുലൈച്ച് ഫെസ്റ്റിവൽ, അങ്ങനെയൊക്കെ നമ്മൾ കുറെ ഫെസ്റ്റിവൽ പഠിച്ചിട്ടുണ്ടല്ലേ? സോ അടുത്ത് കിട്ടുന്ന നമുക്കൊരു ഫെസ്റ്റിവൽ ആണ് ഏത്? ഗുച്ചി ഫെസ്റ്റിവൽ എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഫെസ്റ്റിവൽ ആണ് ഗുച്ചി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ, നമ്മുടെ ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യയിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട അടുത്തൊരു ഫെസ്റ്റിവൽ ആണ് ഹിമാചലിൽ ഏതാണ്? ഗുച്ചി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇതിന് അടുത്ത ചോദ്യം, ദ ലൈറ്റ് ഓഫ് ദി സൺ ടേക്സ് അബൌട്ട് ഡാഷ് മിനിറ്റ് ടു റീച്ച് എർത്ത്? സൂര്യനിൽ നിന്നുള്ള പ്രകാശം എത്ര സമയം കൊണ്ടാണ് ഭൂമിയിൽ റീച്ച് ആവുന്നത്? സോ നല്ലൊരു ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയൂ? അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, അത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ജി ഡിക്ക് തന്നെ കണ്ടിട്ടുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് 150 മില്യൺ കിലോമീറ്റർ ആണ്.
കേട്ടോ, ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആണ് 150 മില്യൺ കിലോമീറ്റർ ആണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. പക്ഷെ ഇത് ചില ദിവസങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. കാരണം നമുക്കറിയാം സൂര്യനെ ആര് വലം വെക്കുന്നുണ്ട്? ഭൂമി. ആ വലം വെക്കുന്ന ഈ ഓർബിറ്റിൽ ഉണ്ടല്ലോ, അത് എലിപ്റ്റിക്കൽ ഷേപ്പ് അല്ലേ? അപ്പൊ സെൻട്രിൽ നിന്ന് എല്ലാ വശത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കൂല? സെയിം ആയിരിക്കൂല. സോ ചില ദിവസങ്ങളിൽ ഇത് എന്ത് വരും? ഒരു ക്ലോസ് ഡിസ്റ്റൻസിൽ വരും, ചില ദിവസങ്ങളിൽ നല്ല ഒരു ഫാർ ഡിസ്റ്റൻസിൽ വരും. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, സൂര്യനും ഭൂമിയും ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്ന ദിവസം ഏതാണ്? അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ ഒരു പേരുണ്ട്, അല്ലെങ്കിൽ എത്രയാണ് കിലോമീറ്റർ? സൂര്യനും ഭൂമിയും ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്ന ദിവസത്തെ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ ഡേ എന്ന് പറയും. ഏടെയാണ്? പെരിഹീലിയൻ ഡേ. ഇത് നമ്മുടെ ജനുവരി 3-ാം തീയതിയാണ് വരുന്നത്. ജാനുവരി 3 സൂര്യനും ഭൂമി ഏറ്റവും ക്ലോസ് ഡിസ്റ്റൻസിൽ വരുന്നത്. അത് പെരിഹീലിയൻ ഡേ എന്ന് പറയും. അന്നത്തെ ഡിസ്റ്റൻസ് എന്ന് പറയാൻ 148.5 മില്യൺ കിലോമീറ്റർ. 148.5 മില്യൺ കിലോമീറ്റർ. ഇനി ഒരു ഫാർ ഡിസ്റ്റൻസ് വരും, നമ്മൾ അതിനെ വിളിക്കും അപ് ഹീലിയൻ ഡേ എന്ന് പറയും. അപ് ഹീലിയൻ ഡേ. കേട്ടാ, ഇതെന്താ അറിയൂ? ഇത് ജൂലൈ 4-നാണ് അപ് ഹീലിയൻ ഡേ പറഞ്ഞത്. അതിന്റെ ഡിസ്റ്റൻസ് ഒരു 152.5 മില്യൺ കിലോമീറ്റർ വരും. ഒരു 5 കേട്ടോ, 152.5. ഏറ്റവും ക്ലോസ് ആണെങ്കിൽ 148 47 ഒരു 5 ഡിഫറൻസ്. 147.5 147.5 ക്ലോസ് ഡിസ്റ്റൻസും 152.5 എന്താണ് ഒരു ഫാർ ഡിസ്റ്റൻസ്. ജനുവരി 3, ജൂലൈ 4. ഇനി ഇത് നമ്മൾ ഡിസ്റ്റൻസ് വെച്ചാ പറയാം. ഇനി ഈ സണ്ണിന്ന് പറഞ്ഞ ലൈറ്റ്, അത് എത്ര മിനിറ്റ്? അപ്പൊ അതും ശരിക്കും ലൈറ്റ് എന്ന് പറയുമ്പോൾ അതും ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്, പക്ഷെ അത് മിനിറ്റിൽ നമ്മൾ പറയുന്നത് അല്ലേ. അത് നമുക്ക് നോർമലി 500 സെക്കൻഡുകളാണ് വരുന്നത് കേട്ടോ. സൂര്യപ്രകാശം മൂലം സമയം 500 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8.3 മിനിറ്റ് ആണ് നമ്മുടെ ആൻസർ, അല്ലെ? 8.3. പക്ഷെ നമ്മുടെ ഓപ്ഷൻ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല, 8 ഉള്ളൂ. സോ ആൻസർ ഏതാ? 8 അല്ലെ? 8.3 കറക്റ്റ്. 500 സെക്കൻഡ് ആണ് ടൈം പീരീഡ്, 8.3 മിനിറ്റ് ആവും. പക്ഷെ ഓപ്ഷൻ 8 ഉള്ളതുകൊണ്ട് നമുക്ക് ആൻസർ എടുക്കാം, ഇട്ടെന്നൊരു ആൻസർ എടുക്കാം. ഓക്കെ, ദെൻ അടുത്ത സ്ലോ പോയാലോ? അടുത്ത ചോദ്യം, വെൻ വാസ് ഹരിജൻ സേവാ സംഘ് ഫൗണ്ടഡ്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഹിസ്റ്ററിയുമായി അതുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഹരിജൻ സേവക് സംഘ്, ഇത് ആരാ ഫൗണ്ടർ എന്നറിയോ? നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പൊ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹു വാസ് ഫൗണ്ടർ ഓഫ് ഹരിജൻ സേവാ സംഘ്? ഗാന്ധിജിയാണ്. രൂപീകരിച്ച വർഷം 1932. നമ്മുടെ പൂന പാക്ട് ഇല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹിസ്റ്ററിയിൽ. പൂന പാക്ട് ആരൊക്കെ തമ്മില്? ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ, അല്ലെ? ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് 1932. വർഷം നോട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കും കേട്ടാ. 1932 പൂന പാക്ട്. ആ പൂന പാക്ടിന്റെ ഭാഗമായി 1932 ഗാന്ധി ആരംഭിച്ച സംഘടനയാണ് ഏത്? ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്നത്. ഏത് വർഷം? 1932. ആരാണ് സ്ഥാപകൻ ചോദിച്ചാൽ ആരാണ്? ഗാന്ധിജിയാണ് സ്ഥാപകൻ. ഗാന്ധിയുടെ ഒരു പത്രത്തിന്റെ പേരും അങ്ങനെയാണല്ലേ, ഹരിജൻ. ഹരിജൻ എന്നൊരു പത്രം ആർക്കുണ്ട്? നമ്മുടെ ഗാന്ധിജിക്കുണ്ട്, അല്ലെ? ഗാന്ധിജിക്കുള്ള ഒരു പത്രത്തിന്റെ പേരും അതാണ് ഹരിജൻ. ഹരിജൻ എന്ന് പറയുന്ന ഒരു പത്രം ആർക്കുണ്ട്? ഗാന്ധിജിക്കുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ചോദ്യം, മോഫിൻ ഈസ് ദ കൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഏത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ കൾച്ചർ? വീണ്ടും ഫെസ്റ്റിവൽ ആണല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇത് നമുക്ക് നല്ല പരിചയമുള്ള ഒരു സ്റ്റേറ്റിന്റെ കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഏതാ? അരുണാചൽ പ്രദേശ്. നോട്ട് ചെയ്തു. അരുണാചൽ നമ്മൾ കുറെ ഡ്രീ ഫെസ്റ്റിവൽ അല്ലെ, ഷാങ്കൻ ഫെസ്റ്റിവൽ അല്ലെ, അങ്ങനെ കുറെ ഫെസ്റ്റിവൽ നമ്മളിവിടെ പഠിച്ചതാ, അരുണാചലിൽ പഠിച്ചതാ. ആ കൂട്ടത്തിൽ ഇതാ എഴുതി നോട്ട് ചെയ്ത് വെച്ചോ. അരുണാചലിന്റെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ് മോഫിൻ ഫെസ്റ്റിവൽ. അരുണാചൽ പ്രദേശിന്റെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ് ഏത്? മോഫിൻ ഫെസ്റ്റിവൽ. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ച അരുണാചലിന്റെ ഫെസ്റ്റിവൽസിന്റെ കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഫെസ്റ്റിവൽ ആണ്. അത് PYQ ആണ് കേട്ടോ. അത് റിപ്പീറ്റഡ് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഛത് പൂജ ഇസ് ഡെഡിക്കേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഗോഡ്? ഛത് പൂജ നമുക്കറിയാം, ഛത് പൂജ ഒരു ഫെസ്റ്റിവൽ ആണല്ലേ, നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് സ്റ്റേറ്റിലാണ് ഛത് പൂജ? നമ്മുടെ ബീഹാറിലൊക്കെയാണ്. ബീഹാർ, ജാർഖണ്ഡിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു ഫെസ്റ്റിവൽ ആണ് ഛത് പൂജ. അത് ഏത് ദൈവത്തെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനടാ? സൂര്യനാണ് അല്ലേ, സൂര്യ ഭഗവാൻ അല്ലേ. സൂര്യ ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഏത്? ഛത് പൂജ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ബീഹാർ, ജാർഖണ്ഡ് റീജിയനിൽ ആഘോഷിക്കും. നമ്മൾ നേരത്തെ ഫെസ്റ്റിവൽസിന് ഇന്ത്യയിൽ ചെയ്ത ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ഏത്? ഛത് പൂജ. ആ വീഡിയോ കണ്ടവർക്ക് ഉറപ്പായിട്ടും ഫെസ്റ്റിവൽസ് എന്ന് ചോദിക്കുന്ന
ഒരു 90% ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഒരു 10% ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറെ ഫെസ്റ്റിവൽ. അത് നമുക്ക് ഇതിനോട് ആഡ് ചെയ്ത് പോയാൽ നമുക്കൊരു 99% ഫെസ്റ്റിവൽസ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി വിച്ച് ഈസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് കമ്പോസ്ഡ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻറ്റിൽ? നമ്മുടെ ജോഗ്രഫി എന്നുള്ള ചോദ്യം, എർത്തിന്റെ സ്ട്രക്ചറിൽ നിന്ന് ചോദിച്ച ചോദ്യം. നമുക്കറിയാം എർത്തിന്റെ സ്ട്രക്ചറിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്, ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ഇങ്ങനെ മൂന്നായി തിരിച്ചു, ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ഇതില് ക്രസ്റ്റിന് രണ്ട് പാർട്ടുണ്ട്. ഏതൊക്കെയാ? ഏറ്റവും ടോപ്പിന് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും പറയും, താഴത്തേന് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയും. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. മാൻഡിൽ വരുമ്പോഴാ അപ്പർ മാൻഡിലും ഉണ്ട്, ലോവർ മാൻഡിലും ഉണ്ട്. കോർ വരുമ്പോഴാ ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്, അല്ലെ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ, ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് കമ്പോസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. അതായത് നമ്മുടെ ക്രസ്റ്റിനെയും അപ്പർ മാൻഡിലിനെയും ഇത്രയും ഭാഗത്തിന് ഒരു പേരുണ്ട്, അല്ലെ? ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിൽ ഇസ് ഈക്വൽ ടു ലിത്തോസ്ഫിയർ. ആൻസർ ഡി ആണ്, അല്ലെ? ലിത്തോ. കാരണം ഇതിൽ നമുക്കറിയാം ബാക്കി ഓപ്ഷൻസ് എന്താ, കാരണം ഈ എർത്തിന്റെ സ്ട്രക്ചർ എന്ന് ചോദിച്ചല്ലേ, ഈ മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈ മെസോയും തെർമോയും എർത്തിന്റെ എന്താണ്, അറ്റ്മോസ്ഫിയറിക് ലെയറുകളാണ്, അല്ലെ? എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ലെയർ ആണ് മിസോയും തെർമോയും. സോ നമുക്ക് ആദ്യമേ കട്ട് ചെയ്ത് കളയാം. പിന്നെ രണ്ട് ലെയറുകൾ, ഒന്ന് ആസ്തനയും ലിത്തോസ്ഫിയർ. ഇതിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നതാണ് എന്താണ്, ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിൽ. ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ആസ്ട്രോസ്ഫിയർ ഇതിന്റെ താഴെയാണ്. ഈ ലിത്തോസ്ഫിയറിന്റെ തൊട്ട് താഴെ ഒരു പ്രദേശമുണ്ട്. അതായത് അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഇടയിൽ, അപ്പർ മാൻഡിൽ ലോവർ മാൻഡിൽ ഇടയിലുള്ള ഒരു ഭാഗമാണ് ഏത്, ആസ്ട്രോസ്ഫിയർ. ഇവിടെയാണ് നമ്മുടെ പാറ ഉരുകി മാഗ്മയായിരിക്കുന്നത്. നമ്മുടെ മാഗ്മ ഉണ്ടല്ലോ, ഈ മാഗ്മയില് എർത്തിന്റെ സർഫസിൽ വരുമ്പോൾ, ഭൂമിയുടെ സർഫസിൽ എന്തിലാ, അഗ്നിപർവ്വതത്തിലൂടെ പൊട്ടിത്തെറിച്ച് വരുമ്പോൾ എന്തായി മാറുന്നത്, ലാവയായി മാറുന്നു. ആ ലാവ ഭൂമിയുടെ അടിയിരിക്കുന്ന പേര്. ആ മാഗ്മ ഇരിക്കുന്ന ലെയർ ആണ് ഏത്, ഈ ആസ്ട്രോസ്ഫിയർ എന്ന് പറയുന്ന പാളി. അത് അപ്പറിനും ലോവറിനും ഇടയിലായിരിക്കുന്നു, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും കേട്ടാ. അതിന്റെ മുകളിൽ വരുന്ന ഭാഗമാണ് ഇത് ഞാൻ ഈ പറഞ്ഞ ഏത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിൽ ഇസ് ഈക്വൽ ടു ലിത്തോസ്ഫിയർ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ. അടുത്ത ചോദ്യം, ദ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ വിച്ച് ഇയർ? നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു നമ്മുടെ സ്ഥാപനമാണ്, അല്ലേ? നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ വർഷങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ഇയേഴ്സ്, ഞാനൊരു ഇമ്പോർട്ടന്റ് ഇയേഴ്സിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ കുറെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വന്ന വർഷങ്ങളൊക്കെ കാണാവുന്നതാണ്. സോ ഇതിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം 1984 കേട്ടോ. 1984 എന്ത് രൂപീകരിച്ചത്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മുടെ ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. ന്യൂഡൽഹിയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. 1984 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, ഹൂസ് പ്രശസ്തി വാസ് ഫൗണ്ട് ഓൺ ദി അശോകൻ പില്ലർ അറ്റ് അലഹബാദ്? നമ്മുടെ അലഹബാദ്, അല്ലെ? അലഹബാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ പ്രയാഗ് പ്രശസ്തി എന്ന് പറയും, അല്ലെ? നമ്മുടെ പ്രയാഗ് പ്രശസ്തി, അല്ലെ? നമ്മുടെ പ്രയാഗ് പ്രശസ്തി അഥവാ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും കേട്ടോ. അത് ആരുടെ അച്ചീവ്മെന്റിനെ പറ്റി പറയുകയാണ്? ആരുടെ അച്ചീവ്മെന്റിനെ പറ്റിയാണ് പറയുന്നത് അറിയോ? അലഹബാദ് പില്ലർ, നമ്മുടെ ഈ അശോകന്റെ പില്ലറൊക്കെ നമ്മുടെ സാരനാഥിലാണ് അശോക സംഭവിക്കുന്നത്. അതിന്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ പ്രയാഗ് പ്രശസ്തി, അത് അലഹബാദ് പില്ലർ കാണുന്നത്. അത് ആരുടെ അച്ചീവ്മെന്റിനെ പറ്റിയാ പറയുന്നത്? നമ്മുടെ സമുദ്രഗുപ്തൻ, ഗുപ്തരാജാവായ ഇന്ത്യയുടെ നെപ്പോളിയൻ, അല്ലെ? ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന സമുദ്രഗുപ്തന്റെ അച്ചീവ്മെന്റിനെ പറ്റി പറയുന്ന ഒരു അയൺ പില്ലറാണ് അലഹബാദ് പില്ലർ അഥവാ പ്രയാഗ് പ്രശസ്തി എന്ന് പറയും. പ്രയാഗ് എന്ന് പറഞ്ഞാൽ അലഹബാദിന്റെ പേരല്ലേ, അലഹബാദ്, പ്രയാഗ് രാജ്, അലഹബാദ് പ്രയാഗ് പ്രശസ്തി. അതിൽ പറയുന്നത് സമുദ്രഗുപ്തന്റെ അച്ചീവ്മെന്റുകളെ പറ്റി പറയുന്ന അത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അത് ആരാ തയ്യാറാക്കിയത്? കമ്പോസ്ഡ് ബൈ ഹരിസേന. അത് എഴുതിയത് ആരാണ്? ഹരിസേന. ഈ സമുദ്രഗുപ്തന്റെ കൊട്ടാരത്തിലെ വളരെ ഫേമസ് ആയ കവിയാണ് ആര്? ഹരിസേനയാണ് എന്ത്, പ്രയാഗ് പ്രശസ്തി അഥവാ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ തയ്യാറാക്കിയത്. ആരാണ്? ഹരിസേന. അടാ, നമ്മുടെ സമുദ്രഗുപ്തന്റെ കവിയാണ് ആര്? ഹരിസേന. അതുപോലെ വളരെ ഫേമസ് ആയ ഒരു അയൺ പില്ലർ ആണ് നമ്മുടെ മെഹ്റൗളി പില്ലർ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെഹ്റൗളി എവിടെ നിന്നറിയോ? ഡൽഹിയിൽ. നമ്മുടെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അയൺ പില്ലർ ആണ് ഇത്
മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ എവിടെയാണ്? ഡൽഹിയിലാണ്. അത് പറയുന്നത് നമ്മുടെ വിക്രമാദിത്യ രാജാവ്, വിക്രമാദിത്യൻ അഥവാ ആരാ? ചന്ദ്രഗുപ്ത, നമ്മുടെ സെക്കൻഡ്, ചന്ദ്രഗുപ്ത രണ്ടാമൻ അഥവാ വിക്രമാദിത്യ രാജാവിന്റെ അച്ചീവ്മെന്റുകളെ പറ്റി പറയുന്ന പില്ലറാണ് ഏത്? മെഹ്റൗളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡൽഹിയിൽ നമ്മുടെ കുത്തബ്മിനാർ കോംപ്ലക്സിലാണ് അതിരിക്കുന്നത് അല്ലെ. സോ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആൻഡ് പില്ലേഴ്സ് ആണ്, പഠിച്ചിരിക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, The Hindustan Socialist Republican Association was found at Dash in Delhi. HSR അല്ലെ. ആക്ച്വലി HSR രൂപീകരിച്ചത് 1928 നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 1928 നമ്മുടെ ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചാണ് ഇത് രൂപീകരിച്ചത്. 1922 ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചാണ് രൂപീകരിച്ചത്. പക്ഷെ HSRക്ക് ഒരു മുൻഗാമിയുണ്ട്. ഏതാ? HRA അല്ലെ, 1924 കേട്ടോ. HSRയുടെ മുൻഗാമിയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അത് HSR ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് ആയി മാറി 28. അപ്പൊ HRAയിൽ വളരെ ഫേമസ് ആയ കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നല്ലേ. ആരൊക്കെയാ? റാം പ്രസാദ് ബിസ്മിൽ അല്ലെ, അഷ്ഫുല്ല ഖാൻ, സച്ചേന്ദ്ര സന്യാൽ അല്ലെ. ഇവരൊക്കെ നമ്മുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്ന് തൂക്കിലേറ്റി. ഏത് കേസ്? നമ്മുടെ കക്കോരി ട്രെയിൻ കോൺസ്പിറസി കേസ് അല്ലെ. UP-യിൽ വെച്ച് കക്കോരി എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാർ ഒരു ട്രെയിൻ കൊള്ളയടിച്ചു അല്ലെ, 1925. ആ കേസിൽ ഇവരെല്ലാരെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. അങ്ങനെയാണ് HR എന്ന സംഘടന അവസാനിച്ചത് അല്ലെ. അത് കഴിഞ്ഞ് 28 നമ്മുടെ ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ് ഇവരെല്ലാം കൂടെ ചേർന്നാണ് HSR എന്നൊരു സംഘടന 1920 അല്ലെ. അതിന്റെ രൂപീകരിച്ച സ്ഥലം നമ്മുടെ ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചാണ് രൂപീകരിച്ചത്. നല്ലൊരു ചോദ്യം കേട്ടോ, നോക്കി വെച്ചോ. നമുക്ക് എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ HRAയും HSRയും. HRAയുമായി ബന്ധപ്പെട്ട കേസാണ് ഏത്? കക്കോരി ട്രെയിൻ കേസ്. എന്താ കക്കോരി ട്രെയിൻ കേസ്? 1925. നമ്മൾ ആ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലേ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബ്ഡ് ആസ് ഡാഷ് ടൈപ്പ്. ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ക്ലൈമറ്റ് ആണ്? സോ ഇന്ത്യൻ ക്ലൈമറ്റ് ഈസ് എ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ഉള്ളതാണ്, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും മാത്രമല്ല പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്, CGL-ലും MTS-ലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്ലൈമറ്റ് എന്ത് ക്ലൈമറ്റ് ആണ്? ഇന്ത്യൻ ക്ലൈമറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. ഒരു മൺസൂൺ ക്ലൈമറ്റ് ഉദാഹരണമാണ് ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചോദിക്കും, ഇന്ത്യൻ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഫാക്ടറുകളാണ് കാലാവസ്ഥയെ ബാധിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതും പഠിച്ചു വെച്ചു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലാറ്റിറ്റ്യൂഡ്. നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ഇന്ത്യൻ കാലാവസ്ഥയെ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ആണ് അല്ലെ. ഉയരം കൂടിയ പ്രദേശങ്ങൾ എപ്പോഴും ഒരു പ്രദേശത്തെ എന്ത് ചെയ്യുന്നു? ക്ലൈമറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഡിസ്റ്റൻസ് ഫ്രം ദി സീ. നമ്മുടെ കടലിന് എന്തുണ്ട്? വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. എന്തുകൊണ്ട്? കടലിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. നമ്മൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നാലാമത്തെ വിൻഡ് ആണ്, കാറ്റുകൾക്കും വളരെ വലിയൊരു ഇമ്പോർട്ടൻസ്. കാരണം നമ്മളെ സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ, ഇതൊക്കെ കാറ്റല്ലേ, ഇതൊക്കെ ഇന്ത്യൻ ക്ലൈമറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. പിന്നെ അഞ്ചാമത്തെ റിലീഫ് ആണ്. റിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗണ്ടൻ, അതുപോലെ പ്ലേറ്റു അല്ലെ, ഇവർക്കൊക്കെ ഈ മൗണ്ടനും പ്ലേറ്റും ഒക്കെ ഇന്ത്യൻ കാലാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഈ 5 സാധനം കൃത്യമായി പഠിച്ചു വെച്ചു. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അത് ഫാക്ടർ എന്തായിരിക്കും ചോദ്യം. സോ പുറത്തേക്ക് അഫക്ട് ചെയ്യുന്ന എന്തൊക്കെയാ? ലാറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്, ഡിസ്റ്റൻസ് ഫ്രം ദ സീ, വിൻഡ്, റിലീഫ്, ഇതൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് ഹാഫ് ടൈം സ്റ്റാർട്ടഡ് ഇൻ എ ഹോക്കി മാച്ച്. ഒരു ഹോക്കി മാച്ചിൽ ഹാഫ് ടൈം എത്ര മിനിറ്റ് കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഒരു ഹോക്കി മാച്ചിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എത്രയാണ്? ടോട്ടൽ ഡ്യൂറേഷൻ 60 മിനിറ്റ്. 2019 വരെ അത് എത്രയായിരുന്നു? 70 മിനിറ്റ് ആയിരുന്നു അല്ലെ. ഇപ്പൊ മാറ്റി, ഇപ്പൊ എത്രയാണ്? 60 മിനിറ്റ് ആണ്. അപ്പൊ ഹാഫ് ടൈം എത്രയായിരിക്കും? ഹാഫ് ടൈം 30 ആണ് അല്ലെ. 30 മിനിറ്റ് ആണ് എന്ത് പറഞ്ഞത്? ഹാഫ് ടൈം പറഞ്ഞത് കേട്ടാ. 30. ഫസ്റ്റ് ഹാഫ് 30 മിനിറ്റ്, സെക്കൻഡ് ഹാഫ് 30. പിന്നെ വേറെ പ്രത്യേകം വെച്ചാൽ, ശരിക്കും നമ്മുടെ ഹോക്കി ടൂർണമെന്റ്, ഹോക്കിയുടെ ഇതിനെന്ന് പറയാൻ 4 സെറ്റായിട്ടാണ് ഇവർ തിരിക്കുന്നത്. അതായത് 4 ക്വാർട്ടർ ഉണ്ട്. അതായത് ആദ്യത്തെ 15 മിനിറ്റ് കഴിയുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ,
സെക്കൻഡ് ക്വാർട്ടർ. അപ്പൊ അടുത്ത 15 മിനിറ്റ് കഴിയുമ്പോൾ ടോട്ടൽ എത്രയാവും? ടോട്ടൽ 30 മിനിറ്റ് ആവും. അപ്പോഴാണ് ഹാഫ് ടൈം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പം അടുത്തൊരു എന്തുണ്ട്? ഒരു ക്വാർട്ടർ വരും. അങ്ങനെ 4 ക്വാർട്ടർ, 15 മിനിറ്റ് ഉള്ള 4 ക്വാർട്ടറായിട്ടാണ് നമ്മുടെ ഹോക്കി ടൂർണമെന്റ് തിരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വാർട്ടറും മൂന്നാമത്തെ ക്വാർട്ടറും, അത് ഫസ്റ്റ് ക്വാർട്ടറും തേർഡ് ക്വാർട്ടറിന്റെയും ഇടയില് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആണ്. അത് നോട്ട് ചെയ്യണം കേട്ടോ. 2 മിനിറ്റ് ആണ് ആ ബ്രേക്ക് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് ക്വാർട്ടറും തേർഡ് ക്വാർട്ടറും, ഈ ഫസ്റ്റും സെക്കൻഡും തേർഡ് ക്വാർട്ടറിന്റെ ഇടയിലുള്ള ബ്രേക്ക്, ഒരു ബ്രേക്ക് കാണുമല്ലോ, ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ്. ഹാഫ് ടൈം, അതായത് നമ്മുടെ 30 മിനിറ്റ് കഴിഞ്ഞ് ഹാഫ് ടൈം ഇല്ലേ, അത് 15 മിനിറ്റ് ബ്രേക്ക് വരും. എത്ര മിനിറ്റ് വരും? 15. നമ്മുടെ ഫുട്ബോളിലും അങ്ങനെയാണല്ലോ, ഹാഫ് ടൈം കഴിഞ്ഞാൽ 15 മിനിറ്റ് ആണല്ലോ ബ്രേക്ക്. ഇവിടെ അങ്ങനെ ഹോക്കിയിലും ഹാഫ് ടൈമിൽ പറഞ്ഞ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ക്വാർട്ടറിൽ പറഞ്ഞത് 2 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. 15 മിനിറ്റ് ആദ്യത്തെ കളി തുടങ്ങി 15 മിനിറ്റ് കഴിയുമ്പോൾ 2 മിനിറ്റ് ബ്രേക്ക്. അത് കഴിഞ്ഞ് വീണ്ടും ഹാഫ് ആവും. ഹാഫ് ആവുമ്പോ എത്രയാ? പിന്നെ ഒരു 15 മിനിറ്റ് തന്നെ എന്ത് വരും? ബ്രേക്ക് വരും കേട്ടോ. സോ അത് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോളാം, ബ്രേക്ക് എത്രയാണ് കേട്ടോ. ആദ്യത്തെ മൂന്നാമത്തെ ക്വാർട്ടറിലും 2 മിനിറ്റ് വെച്ചാണ് ബ്രേക്ക് പറഞ്ഞത്. രണ്ടാമത്തെ ക്വാർട്ടറിൽ, അതായത് ഹാഫ് ടൈം വരുമ്പോ എത്ര വരും? ഹാഫ് ടൈം വരുമ്പോ 15 മിനിറ്റ്സ് എന്ത് വരും? ഒരു ബ്രേക്ക് വരും. അങ്ങനെ ടോട്ടൽ എത്ര ഡ്യൂറേഷൻ? 60 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ദിവസം. അപ്പൊ ഇതിന് ആൻസർ ഏതാ? ആൻസർ 30 മിനിറ്റ്സ് ആണ് അല്ലേ. ദെൻ അടുത്ത ചോദ്യം, ദ നർമ്മദ റിവർ റൈസ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസ്? ഏത് സ്ഥലത്ത് നിന്നാണ് നർമ്മദ നദി ഒറിജിൻ ചെയ്യുന്നത്? സോ നമ്മുടെ നർമ്മദ നമുക്കറിയാം മധ്യപ്രദേശിലെ അമർകാണ്ടക് പ്ലേറ്റ് അല്ലെ. നമ്മുടെ മധ്യപ്രദേശിലെ അമർകാണ്ടക് പ്ലേറ്റ്, നമ്മുടെ റിവർ സിസ്റ്റത്തെ പറ്റി, അതും പെനിൻസുല റിവറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും. എക്സാമിന് പോകുന്നതിന് മുമ്പ് റിവർ സിസ്റ്റത്തിന്റെ വീഡിയോ എന്ത് ചെയ്യുക? കണ്ടിട്ട് പോവുക കേട്ടോ. അമർകാണ്ടക് പ്ലേറ്റ് എവിടെയാ? മധ്യപ്രദേശ്. നമ്മുടെ നാസിക് ഒരു നദിയുണ്ടല്ലേ, നമ്മുടെ നാസിക്കിലെ ത്രയംബകേശ്വർ, നാസിക്കിലെ ത്രയംബകേശ്വറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റിവറാണ് ആര്? നമ്മുടെ ഗോദാവരി അല്ലേ. നമ്മുടെ ഗോദാവരി നദിയുടെ ഒറിജിൻ എവിടെയാ? നാസിക്കിലെ ത്രയംബകേശ്വർ. അതുപോലെ മഹാബലേശ്വർ, ആരടാ? മഹാരാഷ്ട്ര ആണല്ലേ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ, മഹാബലവാൻ കൃഷ്ണൻ അല്ലെ. കൃഷ്ണ നദി, നമ്മുടെ കൃഷ്ണ നദിയാണ് ഇവിടെ മഹാബലേശ്വറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. മഹാബലേശ്വർ ആരാണ്? കൃഷ്ണ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോക്ക് ഡാൻസ് പെർഫോംഡ് മെയിൻലി ഇൻ ഛത്തീസ്ഗഡ്? നമ്മുടെ ഛത്തീസ്ഗഡില് എന്താണ് പെർഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട എന്താണ് ഡാൻസ് ഫോം ഏതാണ്? ഏതാടാ ഛത്തീസ്ഗഡിലെ ഡാൻസ് ഫോം എന്ന് പറയുന്നത്? അത് ഏതാണ്? റൗത്ത് ആണ് അല്ലേ. ഏ ഡാൻസ് ആടാ? റൗട്ട് ആണ്. നമ്മുടെ ഇവിടുത്തെ റൗട്ട് നാച്ച അല്ലെ. റൗട്ട് നാച്ച ഇവിടുത്തെ നമ്മുടെ ഛത്തീസ്ഗഡിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഡാൻസ് ഫോം ആണ് ഇത്? റൗട്ട് നാച്ച എന്ന് പറയുന്നത്. അതുപോലെ ഈ കൽബേലി എവിടെയാ? നമ്മൾ കുറെ ഡിസ്കസ് ചെയ്യണ്ടല്ലേ. കൽബേലിയ എവിടെയാ? രാജസ്ഥാൻ. നമ്മുടെ രാജസ്ഥാന്റെ ഡാൻസ് ഫോം ആണ് ആര്? കൽബേലിയ. ബാംഗ്രയോ? ബാംഗ്ര പഞ്ചാബ് ആണ് അല്ലെ. ബാംഗ്ര ഗിദ്ദ അല്ലെ. ബാംഗ്രയും ഗിദ്ദയും എവിടത്തെ? പഞ്ചാബിലെ രണ്ട് ഡാൻസ് ഫോം ആണ് ബാംഗ്രയും ഗിദ്ദയും. ലാവണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹാരാഷ്ട്ര, നമ്മുടെ മഹാരാഷ്ട്ര. ലാവണി, തമാശ, അത് നോട്ട് ചെയ്ത് വെച്ചോ. ലാവണിയും തമാശയും ഇവിടുത്തെ ഡാൻസ് ഫോമുകളാണ്. മഹാരാഷ്ട്ര ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ലാവണിയും തമാശയും കേട്ടോ. ലാവണിയും തമാശയും മഹാരാഷ്ട്രയിലെ ഫോക്ക് ഡാൻസ് ആണ് ലാവണിയും തമാശയും. ബാംഗ്ര ആണെങ്കിലോ? ബാംഗ്ര പഞ്ചാബ്, ബാംഗ്ര ഗിദ്ദ കേട്ടോ. റൗട്ട് എവിടെയാ? റൗട്ട് നാച്ച. റൗട്ട് പോലെ വേറൊരു വാക്കുണ്ടല്ലോ, റൗഫ്. എവിടുത്തെ ഡാൻസ് ഫോമാണ് റൗഫ്? ഇത് ടി, അത് എഫ്. റൗഫ് എവിടെയാ? റൗഫ് ജമ്മു കാശ്മീർ അല്ലേ. നമ്മുടെ ജമ്മു കാശ്മീരിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് ഇത്? റൗഫ് എന്ന് പറയുന്നത് കേട്ടോ. റൗഫ് കേട്ടോ. റൗഫ് കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു ഫോക്ക് ഡാൻസ് ആണ്. ജമ്മു കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ആണ് ഏത്? റൗഫ് എന്ന് പറഞ്ഞ. റൗട്ട് ഛത്തീസ്ഗഡിൽ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത് ഇതുപോലുള്ള ഒരു സെറ്റുമായിട്ട് ഞാൻ അടുത്ത ദിവസവും വരുന്നതാണ്. ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക? GK സെഷൻസ് നോക്കിയിട്ട് പോകുക. നിങ്ങൾക്ക് എന്തായാലും ഈ വരുന്ന സെഷനിൽ നിന്നെല്ലാം എന്ത് കിട്ടും? മിനിമം ഒരു 2-3 ക്വസ്റ്റ്യൻസ് GK എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോ മാറ്റി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.